ഇന്ന് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി പോവാണേ. ഞാനും പിന്നെ ഉമ്മയുണ്ട്, പിന്നെ പെങ്ങളും കളിയുന്നുണ്ട് കേട്ടോ. പിന്നെ അവരെ തീരെ കുരുത്തക്കേടില്ലാത്ത 2 കുട്ടികളുണ്ട്. അഫ്നു, ഐഷു, ഐഷു, ഐഷു പോണ്ടേ? എന്താ തപസ്സിരിക്കോ? ആയിഷ, ആയിഷ, ഈ വരുന്നില്ലേ? ഈ വരുന്നുണ്ടോ? കൊച്ചിനെ കൂട്ടാൻ വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം രാത്രി 1:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോവാണ്. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാട്ടോ പോണത്. കൊച്ചിൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പുലർച്ചെ 3:55 കേട്ടോ. അപ്പോൾ നമ്മളൊരു 3:30 അവിടെ എത്തണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ. പക്ഷേ കയറിയിട്ടില്ല. ഒരു ചായ കുടിച്ചിട്ട് മെല്ലെ കയറാം. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിട്ടോ. ഇപ്പോൾ ടൈം 3:45 കേട്ടോ. ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വിമാനം 15 മിനിറ്റ് ഡിലേ ആണ്. 4:15 ഇറങ്ങണം. 4:15 ഇറങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. കോട്ടിട്ട് പോകണമല്ലോ കേട്ടോ. ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അഫ്നുവിൻ്റെയും ആയിഷാൻ്റെയും ശ്രദ്ധ കൊച്ചിൻ്റെ അടുത്തൊന്നല്ല കേട്ടോ. ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കൊണ്ടുവന്ന പെട്ടിമല കേട്ടോ. ചോക്ലേറ്റ് ആണെന്ന് കുടിക്കണം. കുറച്ച് അങ്ങോട്ട് പോയിട്ടാലും മതിയില്ല. കൊഞ്ഞ നിർത്താനും മതി. അങ്ങനെ പേരയിലെത്തി. പോ നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പോയിട്ടേ പെറ്റി ഒട്ടിക്കോളൂ. പോയിക്കോ നിങ്ങൾ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? പെട്ടി പൊട്ടിക്കൽ. പോയി തട്ടല്ലേ?
കുറ്റാലിങ്കാട്ട് ഇത് ചോക്ലേറ്റ് ഒരു ഇതെന്തെടുത്തോ ഇതൊക്കെ പൊടി കാപ്പിപ്പൊടിയാണ് ഇതൊക്കെ വില ഇഷ്ടതന്നെയാണ് അത് മരുന്നതാ ടോർച്ചാണ് ടോർച്ചിന്റെ ബാറ്ററി ഐഷ നിനക്ക് എന്താ കിട്ടി മിഠായിയാണ് ഇതൊക്കെ മിഠായി അത് ഒക്കെ പൊടിഞ്ഞു പിന്നെ എന്താണ് അല്ല അളാമന്റെ അതിനാണ് അല്ല പ്രസർ നിൽക്കുന്നുണ്ടായിരുന്നു വേറെ ആയിക്കോല്ല എനിക്ക് സന്തോഷം പേരൊക്കെ വേണം എല്ലാവർക്കും കൊടുക്കാം പൗഡർ ഹെഡ്സെറ്റൊക്കെ എന്തൊക്കെ അവിടെ കൈക്കലാക്കി വെക്കണേ എന്താ അവിടെ ഒരു ഓറെന്താ അവിടെ ബാഗ് എന്താ അവിടെ എന്താ ഒരു ബാഗിലെന്താ അവിടെ സാധനം എന്റെ ഫോണ് മരുവനക്ക് വാച്ച് രണ്ടെണ്ണം ഉണ്ട് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തോ ഇതിപ്പോ മരുവനും മോളും നേടും ഞമ്മക്കൊന്നുമില്ല ഇതാണ് ആ വാച്ച് അത് കഴിയുമ്പോ വെച്ചാൽ അത് കഴിയുമ്പോ മൂടിയൊക്കെ പോയിക്കണം മൂടി വെക്കണം ഞാൻ വേണ്ട സാധനം പെട്ടുകളിക്കാനുള്ള വാണ്ടിയോലെടുത്തോ അടുത്ത പെട്ടി അല്ല ആയിഷാട് മാറുന്ന കത്തിന്റെ തല തിരിഞ്ഞട്ടാ കത്തിരി മൂത്തുള്ള കത്തിണ്ടോ ഇതിന്ന് ഒഴിവാക്കിയ സാധനം ഇപ്പൊ നമ്മളെ പൊടിച്ച സാധനമാണ് ഇതിന്നും മറ്റീന്നും കൂടി ഉണ്ട് കണ്ണൂടാവുന്നു പറ്റിൻ്റെ ലൈസർ ക്യാബിനോട് അതിൻ്റെ ഇത് എനിക്ക് തന്നില്ലേ ഒരു മൈക്ക് ഇത് പാട്ട് പാടണം അല്ലേ അതാകണം ഇത് പ്രതീക്ഷിച്ച ആരും പരേക്ക് വരണ്ട എല്ലാം ഓരോരുത്തര് ബുക്കിംഗ് ചെയ്തിരിക്കണം തരില്ല ഞാൻ ഇത് ആർക്കും തരില്ല ഇന്ദുന്റെ അടുത്ത കളി ഇത് ഇപ്പോഴെല്ലാം കൊണ്ടുപോകാണല്ലോ ഇതിപ്പോ കുഞ്ഞോക്കാ ലാഭം ഇസ്തിരിപ്പെട്ടി നിങ്ങളെ അടിവാരം ടീംസിന്റെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും ബേക്ക് അടിക്കി അമ്മ പുതപ്പിന് വേണ്ടി കാത്ത് നിൽക്കുന്നു പാല് വെച്ചിട്ട് പാൽപ്പൊടി വെച്ചിട്ട്
പാൽപ്പൊടി കൊണ്ടൊക്കെ 5 5 ഓടി ഒന്നും പറ്റില്ല. അത് കുഴപ്പമില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് പിന്നെ നോക്കുന്ന ഒരു പെട്ടെടുത്തിട്ട് എന്തൊക്കെ കാര്യം കൊടുത്തേ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് അങ്ങോട്ടൊന്ന് വലിയ പെട്ടി ഇതാ ഒരു പാലും കൂടി ഇതാ 5 പാലായില്ലേ അങ്ങനത്തെ സൈസുള്ളൂ. അപ്പൊ ഞാൻ തന്നെ തന്നില്ല ആ വലുത് പ്രശ്നം തന്നില്ലേ അവിടെ അത്ര സൈസ് പോകുമ്പോൾ ഞാൻ അപ്പൊ ഒഴിവാക്കി. അവസാനത്തെ പെട്ടിയും പൊളിക്കുകയാണ്. ഇതിൽ കുറെ പീസത്തോടെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. അതാ 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 ഇതൊക്കെ അവിടെ രൂപ ഉച്ചക്കാക്കിക്കോളി അല്ല അമ്മച്ചിനെ കണ്ടിട്ട് പോരുമ്പോ അവിടെ ഇറങ്ങിക്കോളിന്ന സാരിയോ അല്ല വാസിലും അധികം വന്നിരുന്നത് വാസിലെ കുറെ വാങ്ങിക്കുന്നത് കണ്ടുകൊണ്ടല്ലോ ഉണ്ടാവും തന്നെയല്ല അത് ഇതൊന്നും ടാങ്ക് പാക്കറ്റ് പൊടി ഒരു ചായപ്പൊടി കഴിഞ്ഞു. പറഞ്ഞടാ വാങ്ങണമെന്ന് വിചാരിച്ചേ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു. ജയ് അതൊക്കെ അവിടെ വെച്ചാ അതൊക്കെ ഞങ്ങൾക്ക് ഇന്റെ അപ്പച്ചി കൊണ്ടുവന്ന പെട്ടി ഇതാ കൊണ്ടുപോണ പോയി. വാ അത് മൊത്തം ഉണ്ടല്ലോ. കണ്ടോ ഈത്തപ്പഴക്കാർക്ക് നടത്തിയുണ്ട് റിമോട്ട് കാർ വേണം. നാട്ടുകാരെ നിങ്ങളിത് കാണണം. നമ്മളെ പേരെല്ലാം കാര്യമാക്കി പോണ പോക്കാണത്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ പെങ്ങന്മാര്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.